guys, welcome back to my YouTube channel. This is Tejitango and you're watching Tejitango Diaries. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ രണ്ട് ആൾക്കാർ കൂടെ ഉണ്ട്. ഈ രണ്ട് ആൾക്കാർക്ക് എന്തിനാ അവരെ വിളിച്ചോണ്ട് വന്നതെന്ന് അറിയില്ല. എന്തിനാണ് വന്ന്? എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ്? എന്താ ഒന്നും പറയാണ്ടല്ലോ വന്ന്. പിന്നെ എന്തിനാ ഒരുങ്ങിയത് ഇത്ര? ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് പറയും ഞാൻ കോഫി കുടിക്കാൻ പോവാന്ന്. അപ്പോൾ ഇവർ രണ്ടാളും എന്നോട് ചോദിക്കും, അയ്യ ആരെങ്കിലും തണുത്ത കോഫി കുടിക്കോ, ചൂടോടെ ചൊറുചൊറുക്കോടെ വേണ്ടേ കുടിക്കാന്ന്. അപ്പം ഞാൻ ഓർത്തു രണ്ടാൾക്കും കുറച്ച് കോഫിയും ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ കുറച്ച് ഭക്ഷണങ്ങളും ട്രൈ ചെയ്യുന്നത്. ഭക്ഷണം ഇഷ്ടമാണോ മോന്? അതിപ്പോ തിന്നാൻ പറ്റില്ലല്ലോ. കുറച്ച് തിന്നാ മതി, ഇതൊക്കെ ചവക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല, എളുപ്പത്തിൽ പോണതേ വാങ്ങിക്കാട്ടാ. എന്താണ് പുതിയ ഫുഡ് പറഞ്ഞു? അതെ, സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എനിക്കും അറിയില്ല, നമുക്കും പോയി നോക്കാം. അപ്പൊ ഈ കടന്റെ പേരെന്താണെന്നറിയോ? അതെന്താണ് അതാ മുമ്പിൽ തന്നെ എന്താ പറ, അതെന്താ എനിക്ക് നേരം അതന്നെ. അപ്പൊ നമ്മൾ ഷോർട്ട് ആയിട്ട് മെക്ഡി എന്ന് പറഞ്ഞാൽ മതി. എന്താണ് എന്താണ് മറന്നുപോയി, എനിക്കറിയാവുന്ന. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഉള്ളിൽ പോയി പുതിയ ഫുഡ് ട്രൈ ചെയ്യാം. യെസ് പറ പോയി ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയി എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യുക? അവിടെ ഇരുന്ന ശേഷം നിങ്ങൾ പറ. അതുപോലെ തന്നെ അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ഈ സാധനത്തിലാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ പോണത്. വാ, പഠിപ്പിച്ചുതരാം. വാ. എങ്ങനെയുണ്ട്? ഒരു കൗതുകം തോന്നുന്നുണ്ടോ? അച്ഛക്ക് നല്ല സന്തോഷം അച്ഛൻ. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ഓർഡർ കൊടുക്കണം. എന്നിട്ട് ഈറ്റിൻ പറഞ്ഞ് ഇവിടെ നിന്ന് കഴിക്കുക. ടേക്ക് അവേ എന്ന് വെച്ചാൽ കൊണ്ടുപോവാ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഇവിടെ വെച്ചാൽ കാപ്പിയൊക്കെ കിട്ടും. അപ്പൊ ഞാൻ എന്നും കുടിക്കുന്ന കാപ്പി അത് ഒരെണ്ണം വാങ്ങാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമുക്ക് ഒന്ന് വാങ്ങാം. അപ്പൊ ഷെയർ ചെയ്യാലോ, അങ്ങനെ ചെയ്യാം. ഒരു ബർഗർ നമുക്ക് വാങ്ങാം. അത് കഴിച്ചിട്ടുണ്ട് ഇതുവരെ? അതുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ? വാ, അടുത്ത് വാ, നോക്ക് ഏതൊക്കെയാ വേണ്ടതെന്ന്. ഇതൊക്കെ ചിക്കനാണ്. ഈ ലൈറ്റുള്ള എരിവുള്ളത് ഏതാ? ഒത്തിരി സ്പൈസി അല്ലാത്ത അത് വെച്ചില്ല. കാപ്പി തന്നെ നിങ്ങൾ കുടിക്കണം, തണുത്ത കാപ്പി. നിങ്ങൾക്ക് എൻ്റെ തണുത്ത കാപ്പിനെ കുറിച്ചായിരുന്നു. തണുപ്പേ പറ്റില്ല. എന്താ തൊണ്ടേ പ്രശ്നമുണ്ടോ? ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഒരു ബർഗറും പിന്നെ കുറച്ച് കോഫി സാധനങ്ങളാണ്. എത്ര രൂപയായി പറ മൊത്തം? ഏകദേശം 1000. കണ്ട, എന്ത് തോന്നുന്നു? എനിക്ക് ഭ്രാന്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഇവിടെ ചെലവാക്കാറുണ്ട്, അതറിയോ? ഞാൻ മാത്രമല്ല ഇവിടെ വരിക, അങ്ങനെയെങ്കിൽ കച്ചവടം നടക്കത്തില്ല. ഓക്കെ, നമ്മൾ 5 സാധനമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടാ. വരൂ കൂട്ടുകാരെ. ഇപ്പൊ എന്ത് തോന്നി ഓർഡർ ചെയ്തപ്പോ? എനിക്ക് സന്തോഷം തോന്നിയില്ല. അതെന്താ, പൈസ കൂടിയതുകൊണ്ടാ? നിങ്ങൾക്കോ? അതുപോലെ തന്നെ. ഇത് എന്തിനാന്നാണ്? ഇത് നമ്മളെ ടേബിളിൽ കൊണ്ട് വെക്കും. അപ്പൊ 34 ഓർഡർ അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ ഓർഡർ എടുത്തതിന് 34 നമ്പറുള്ള ടേബിളിലേക്ക് അതുകൊണ്ട് തരും. അപ്പൊ അതിന് വെറുതെയാണ് ഇത്. അപ്പൊ നമുക്ക് വളരെ നല്ലൊരു സ്ഥലത്ത് പോയിട്ടിരിക്കാം. ഇവിടെ ഇരിക്കാം. അത് സീറ്റിന്റെ നമ്പർ 34, ഓർഡറിന്റെ നമ്പറാണ് ഇത്. ഇങ്ങനത്തെ ഓർഡർ ചെയ്യുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് മൈനെ. എന്ത് തോന്നി അതേ കണ്ടപ്പോ? എന്താ, കാശ് ശരിക്കും ചെലവാക്കണം എന്നുണ്ടെങ്കിൽ വരിക, ചെലവാക്കുക, പോവുക. അമ്മമ്മന്റെ വിചാരം ഞാൻ മാത്രമേ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുള്ളൂ എന്നാണ്. അവിടുത്തെ ചേട്ടനടുത്ത് പറയാം, എന്താ ചെയ്യ, കുട്ടികൾക്ക് ഇങ്ങനെ വാങ്ങിച്ചത്. ആ ചേട്ടൻ ഡെയിലി ഇതുപോലത്തെ 1000 ആൾക്കാർ കാണുന്നതാണ് ഇവിടെ വന്ന് വാങ്ങുന്ന ആൾക്കാര്. ഇത്ര ആൾക്കാർ വരാണ്ടിരുന്ന അവരിങ്ങനെ കെട്ടിത്തമ്പണി ഇവിടെ വെക്കില്ലല്ലോ. ഓക്കെ, ഇവരിപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഇവർ കുറച്ച് അത്ഭുതപ്പെട്ടോ? അത്ഭുതപ്പെട്ടു. അപ്പോൾ നമുക്കിനി ഫുഡ് വന്നിട്ട് നമുക്ക് ഇവരുടെ ഫുഡിന്റെ റിവ്യൂവിനെ പറ്റി ചോദിക്കാം. കാരണം ഏറ്റവും കൂടുതൽ എന്നേക്കാൾ ഭക്ഷണം കഴിച്ചത് നിങ്ങളൊക്കെ അല്ലേ, ഇത്രയും വർഷം അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് അൾട്ടിമേറ്റ്. അപ്പോൾ നമുക്ക് ഓർഡർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ്, നമ്മുടെ ഹോട്ടായിട്ടുള്ളൊരു കോഫി മാത്രം വന്നിട്ടില്ല. കാരണം അമ്മമ്മ പറയാം അമ്മമ്മക്ക് അങ്ങനെ കോൾഡ് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ അമ്മമ്മക്ക് വേണ്ടി എന്ത് ഓർഡർ ചെയ്തു? കോഫി
ചൂട് 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 കാപ്പി. അമ്മമ്മന്റെ ചൂട് കാപ്പിക്ക് എത്ര രൂപയെന്നറിയോ? പറ. അതറിയില്ല, ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇപ്പം നമുക്ക് അമ്മമ്മൻ്റെ കോഫി മാത്രം വന്നിട്ടില്ല, ബാക്കി തണുപ്പുള്ള കോൾഡ് കോഫി വന്നിട്ടുണ്ട്. ഞാൻ ഐസ്ഡ് കോഫി വാങ്ങി, അതും വന്നിട്ടുണ്ട്. പിന്നെ ബർഗറും ഫ്രൈസും വന്നിട്ടുണ്ട്. റെഡിയാണോ? കഴിക്കണം. കഴിക്കാൻ റെഡിയാണോ? യെസ്. അമ്മമ്മൻ്റെ കാപ്പി വന്നു. അമ്മമ്മൻ്റെ കാപ്പിൻ്റെ മേള് ഹൃദയം. അത് ഷുഗർ. വില കൂടിയ സ്ഥലങ്ങളില്ലേ, നമ്മൾ വേണം പഞ്ചസാര ഇട്ട് ഇളക്കി കാപ്പി ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കി കുടിക്കുകയാണ്. അതെ, പൈസ കൂടുതൽ കൊടുത്താൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പം ആദ്യം ഏതാ ട്രൈ ചെയ്യേണ്ടത് പറ? ഫ്രൈസ് എടുക്കാം, അതാണല്ലോ തുറന്നിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട് പറ? ആ ടേസ്റ്റ് ഉണ്ടോ? പൂളക്കിഴങ്ങ് പറ്റില്ലേ? പൂളക്കിഴങ്ങ് പറ്റില്ലാണോ? ഇതാണോ ടേസ്റ്റ്? അതാ തന്നെ. ഇത് ഉരുളക്കിഴങ്ങില്ലേ, അതാണ്. എന്തൊരു സ്നേഹം. നമുക്ക് ഫ്രൈസ് ഇഷ്ടമല്ല, ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം ഇഷ്ടപ്പെട്ട ഇങ്ങനെ കാണിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഇത് ഇതിനെന്താ ആവറേജ് നല്ല ഇഷ്ടപ്പെട്ട ഇങ്ങനെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ, ആവറേജ് ആണെങ്കിൽ ഇങ്ങനെ. ഒരു ആവറേജ്. അമ്മമ്മക്ക് ഇങ്ങനെ, അച്ഛച്ചോ? എനിക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ആവറേജ് പറഞ്ഞ നമുക്ക് തിന്നണ കൊള്ളി വേറെന്തുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത ഫുഡ് ട്രൈ ചെയ്യാം. അതിപ്പോൾ ഇളക്കണ്ട, അത് ഞാൻ ഇളക്കാൻ തരാം. അമ്മമ്മയ്ക്ക് ആ കാപ്പിത്തെ ഹൃദയം പൊട്ടിക്കണം. ബർഗർ കഴിക്കാം. തുറന്നോളൂ ചേച്ചാ. അമ്മമ്മയ്ക്ക് തുറക്കണോ? അയ്യോ കുഴപ്പമില്ല. ഓക്കെ, എടുത്തോ. എന്താണ് പറയുമ്പോൾ ഉറക്കെ പറയണം, ആൾക്കാർക്കൊന്നും കേൾക്കില്ല. ഓക്കെ അച്ഛാ, ആദ്യത്തെ വായി കഴിച്ചോ. ഇങ്ങനെ പിടിച്ച് കഴിച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇങ്ങനെ ഇത് തന്നെ. അപ്പൊ കയ്യിലാവില്ലല്ലോ. കഴിച്ചോ. കഴുകാം. അപ്പുറത്ത് കഴുകാനുണ്ട്. കഴുകാൻ സംവിധാനം ഉണ്ടോന്ന്, കാരണം പറയില്ല എങ്ങനെയാണല്ലോ അല്ലേ. ആ ഒരു വായി കഴിക്കേ. കടിച്ചോ, കുഴപ്പമില്ല. ബണ്ണല്ല കഴിക്കണ്ട മോളെ, ഇത് മൂന്നും കൂടെയാണ് കഴിക്കേണ്ടത്. ഒരു കടി മൂന്നും കൂടെ, ഒരു വലിയ ബിഗ് ബൈറ്റ്. ഒരു മിനിറ്റ്, എങ്ങനെയുണ്ട്? ഉപ്പും പുളിപ്പൊക്കെ ഉണ്ടോ? അച്ഛച്ചയ്ക്ക് അമ്മമ്മൻ്റെ കാപ്പിയിൽ പഞ്ചസാര ഇടണം. രണ്ടു ഇട്ടാലേ ഉണ്ടാവുള്ളൂ മധുരം. അടുത്തത് അമ്മമ്മ ഇടട്ടെ. ഇട്. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ? എന്താണ്? എനിക്കറിയാം. എന്ത് പഞ്ചസാര ഇടാനോ? ചൂടിൻ്റെ കപ്പ് ഇളക്കിക്കോ. എത്തുത്തോ, അടിവരെയൊക്കെ എത്തും. അച്ചച്ചക്ക് ഒരു പീസാക്കി തരട്ടെ ഞാൻ. അച്ചച്ചക്ക് ഒരു ഓക്കെ, ബർഗറിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് അച്ചച്ചക്ക് കൊടുക്കാം. കഴിച്ചോ. എങ്ങനെയുണ്ട്? അല്ല, സീരിയസ് ആയിട്ട് പറയുമെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല, ഞാനിത് കഴിക്കാറേ ഇല്ല. പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി. അമ്മമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഞാൻ ഇത്തിരി മറ്റേത് വയൽപ്പെട്ടപ്പോൾ ഇത്തിരി പുളിപ്പൊക്കെ തോന്നി. അമ്മമ്മക്ക് അതിൻ്റെ പുളിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. അച്ഛച്ച ആക്ച്വലി ഒരു ഫുഡിയാണ്, അതുകൊണ്ട് അച്ഛൻ പല ഫുഡ് ട്രൈ ചെയ്തുകൊണ്ട് ഇതൊക്കെ അച്ഛക്ക് ആവറേജ് ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞ സിപ്പ് കുടിച്ചു നോക്ക്. എന്ത് പാത കുടിക്കേ? ആയിട്ടില്ലേ പഞ്ചസാര? ഓക്കെ, എങ്ങനെയുണ്ട് ബർഗർ? അപ്പൊ ഇങ്ങനെയാണോ? അമ്മമ്മയ്ക്ക് ബർഗർ ഇങ്ങനെയാണോ? അപ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ ഇടയിൽ മയോണീസ് അങ്ങനെ എന്തൊക്കെ സാധനം ഉണ്ട് തോന്നുന്നു. ഞാൻ ഇത് കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ, അതുകൊണ്ട് എനിക്ക് കഴിക്കാനുണ്ട്. നിങ്ങളുടെ രണ്ടാളും കൂടെ. ഞാൻ കഴിക്കില്ല, അമ്മയും കഴിക്കില്ല, മോളും കഴിക്കില്ല. ശരി, അച്ഛൻ കഴിച്ചോ. എങ്ങനെയുണ്ട് കാപ്പി? കാപ്പിയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ കൊഴുത്ത കാപ്പി. പതയും ആ ഉള്ളിലത്തെ ആ കാപ്പി എല്ലാം കൂടെ മിക്സ് ആക്കാം. കണ്ട ഇപ്പൊ കുറച്ചുകൂടെ മുകളിൽ വെള്ളം പോലെ ആയിട്ടുണ്ട്. കണ്ട ബർഗറിന് ഇങ്ങനത്തെ താമസം കൊടുത്ത് അച്ഛൻ കഴിക്കണോ? ഇഷ്ടപ്പെട്ടോ?
അപ്പോ ഇപ്പൊ ആവറേജ് ആയിട്ടാ. ഇനി കുറച്ചതിനെ ചിലപ്പോ ഇങ്ങനെയാവും ട്ടോ. കഴിച്ചോ. ഇത് അമ്മമ്മ ബർഗറിന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കമ്മ. അമ്മ കണ്ടിട്ട് അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുക. അമ്മമ്മ ബണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ചിക്കൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൾഡ് കോഫിക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇവിടുത്തെ കോഫി നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? കോഫിക്ക് ഇതാണോ ഇതാണോ ഇതാണോ? രണ്ടാമത്തെ സ്റ്റേജ് നേരെ ഉള്ളത് പറ. രസം ഉണ്ടെങ്കിൽ രസം ഉണ്ട് പറയണം. കുഴപ്പമില്ല. അപ്പൊ എന്താ ഇതാണോ ഇത്? അത് കാണിക്കണം, എന്നാലേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് സൂപ്പർ, ഇത് കുഴപ്പമില്ല, ഇത് രസമല്ല. ആ, ഇനി അച്ചച്ചന്റെ കോൾഡ് കോഫിയാണ് നമുക്ക് കുടിക്കാൻ ബാക്കിയുള്ളത്. ബർഗർ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. തണുത്ത കാപ്പി ഇതിന് മുന്നേ കുടിച്ചിട്ടുണ്ടോ? ഇതുവരെ അച്ഛൻ കോൾഡ് ആയിട്ടുള്ളൊരു കോഫി കുടിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് തണുപ്പുള്ള കാപ്പി? അതപ്പോ ഇതില്ലേ? ആവറേജ്. ഇവിടത്തെ ഒരു സാധനത്തിനോട് ഇത്ര നേരമായിട്ട് അവരൊരു തംസ് കൊടുത്തിട്ടില്ല. മെക്ഡൊണാൾഡ്സിന് ഇവരുടെ തംസ് കിട്ടണമെങ്കിൽ നല്ല പാടുപെടും അല്ലേ? അമ്മമ്മക്ക് ഇത് ഒരു വായി കുടിച്ചു നോക്ക്. ഒരു ചെറിയ വായി, ഒരു വായി ട്രൈ ചെയ്. എങ്ങനെയുണ്ട്? മധുരമുണ്ട്. പാല്. അതിനെന്ത് കൊടുക്കും? ഇത് കൊടുക്കും, ഇത് കൊടുക്കും, ഇതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് മനഃപൂർവ്വം വെറുപ്പുണ്ട് പുതിയ ജനറേഷൻ പിള്ളേരുടെ ഫുഡിനോട് നല്ലേ? അപ്പൊ ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ. ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് വീട്ടിലുണ്ടാക്കണ കാപ്പിയാണോ? അതെ, ഞങ്ങൾക്ക് അതന്നെ. എന്നെ നോക്കി ഞാൻ പറയുകയാണെങ്കിൽ 1000 ഉറുപ്പിക്ക് വേറെ എന്തെല്ലാം. അമ്മമ്മ 1000 രൂപയ്ക്ക് ഞാൻ വേണമെങ്കിൽ 100 കാപ്പി ഉണ്ടാക്കി കൊടുക്കാം. എന്തിനാ ഇവിടെ വന്ന് വാങ്ങണേന്ന്? അമ്മമ്മ വീട്ടിലുണ്ടാക്കുന്നതും ഈ കാപ്പിയും എന്താ വ്യത്യാസം? ടേസ്റ്റിന് മാറ്റമൊക്കെ ഉണ്ട്. എന്തിലാണ് മാറ്റം? ഇതിൽ ബ്രൂ കാപ്പിയാണ് ഇട്ടിരിക്കുന്ന എൻ്റെ തോന്നുന്നത്. ബ്രൂ കാപ്പി ഇതിലിട്ടു. എൻ്റെ ചേച്ചിയും പറയാറുണ്ട് ബ്രൂവിൻ്റെ ടേസ്റ്റ് അല്ല നെസ്കഫേൻ്റെ ടേസ്റ്റ് ആണ്. ആദ്യമായിട്ട് തണുത്ത കാപ്പി കുടിച്ചപ്പോൾ എങ്ങനെയുണ്ട്? അതിപ്പോ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഒരു പുതിയ എക്സ്പീരിയൻസ്. പക്ഷെ അതില് സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ കൊടുത്ത? അപ്പൊ ഇങ്ങനെ കൊടുത്തൂടെ? പാവല്ലേ കാട്ടാ. ഈ അച്ഛൻ നല്ല കള്ളനാട്ട. ഫുഡിനൊക്കെ വളരെ പിശുക്കിയിട്ടാണ് റേറ്റിംഗ് കൊടുക്കുന്നത്, പാവം. പക്ഷെ വിലയ്ക്ക് ഒത്തതില്ല, അതാണ്. ഇതിനിപ്പോ ഒരു 180 രൂപ ആണ്. ഞാൻ ഈ ജാതി കഴിച്ചിട്ടില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. എന്താ എനിക്ക് ഈ ജാതി കുറച്ച് താല്പര്യമുണ്ട്. താല്പര്യമൊന്നുമില്ല, കുഴപ്പം പറയാനില്ല. പക്ഷെ ഇത്ര വില കൊടുത്ത് വില കുറച്ച് കൂടുതലാണ്. കാരണം ഇത് ലോകം മൊത്തമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഇതുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ പോയാലും മെക്ഡൊണാൾഡ്സ് അവിടെ ഉണ്ടാവും. എന്നാ കുറച്ച് അമ്മാമ്മന്റെ കാപ്പി കുടിച്ചു തീർത്തു. താല്പര്യമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റിലാവട്ടെ. അപ്പൊ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മെക്ഡൊണാൾഡ്സിന്റെ മീൽ? ചോദിക്കുന്ന ആളാണ് ഉത്തരം പറയേണ്ടത്. മൈക്ക് എനിക്കൊന്നേ ഉള്ളൂ. കുഴപ്പമില്ല. 10-ൽ എത്ര മാർക്ക് കൊടുക്കും ഇവിടുത്തെ ഫുഡിനൊക്കെ? 10-ൽ ഒരു 9 വരെ കൊടുക്കാം. ഈ അച്ഛന് ഒന്നും ഇഷ്ടപ്പെട്ടില്ലാണ്ട് 9 കൊടുക്കും. അമ്മയോ ഒരു 7. ഈ അച്ഛനില്ലേ പറയണത് എന്തൊക്കെയോ പറയുന്നുണ്ട്, കള്ളത്തരം കാണിക്കാൻ. നമുക്കൊരു സ്ഥലവും കൂടെ ബാക്കിയുണ്ട് പോവാൻ. എൻ്റെ പിന്നാലെ നടന്നു വാ. എൻ്റെ പിന്നാലെ നോക്കാനല്ല പറഞ്ഞു, നടന്നു വരാനാ. വാ വാ. ഇതാണ് നമ്മുടെ മെക്ഡിത്തെ അപ്പൂപ്പൻ. കണ്ട, ഇയാളുടെ പേരാണ് റൊണാൾഡ് മെക്ഡൊണാൾഡ്. ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ചല്ലേ. അപ്പൊ ഒരാൾ ഇവിടെ ഇരിക്കൂ, ഈ അറ്റത്ത് ചേർന്നിരിക്കണം ആളുടെ കൂടെ. കണ്ട, ആള് കൈയൊക്കെ വെച്ച് തന്നിട്ട് അടുത്തിരിക്കണം മോളെ, പേടിക്കണ്ട, അത് പ്രതിമയാണ്. എനിക്ക് തോന്നുന്നു അമ്മമ്മയ്ക്ക് അന്യ പുരുഷന്മാരുടെ കൂടെ ഇരിക്കാൻ പാടില്ലെന്നാണ് ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക. കണ്ട, അച്ഛൻ ന്യൂ ജനറേഷനായി, അമ്മ ഇപ്പോഴിങ്ങനെ ഓൾഡ് ജനറേഷൻ ആയിക്കോ. എന്തിനു നാണക്കേട്, അത് പ്രതിമയാണ്. ശരി ശരി മതി. അപ്പൊ ഗൈസ്, നമുക്ക് രണ്ട് ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഇവിടുന്ന് പിരിയാം. ഗൈസ്, അങ്ങനെ മെക്ഡൊണാൾഡ്സിന്റെ മീൽസ് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. അപ്പൊ അമ്മമ്മക്ക് നന്നായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. അച്ഛ, എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, എന്നിട്ടാണ് 10-ൽ 9 മാർക്ക് കൊടുത്ത്. നിങ്ങളൊക്കെ ടീച്ചറായ പിള്ളേരൊക്കെ ജയിക്കും. അമ്മമ്മ 7. അമ്മയ്ക്ക് എന്ത് തോന്നി അമ്മേൻ്റെ പേരൻസ് മെക്ഡൊണാൾഡ്സിൽ ഒന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ? ഒരു പുതിയ എക്സ്പീരിയൻസ്. അവർ എൻജോയ് ചെയ്തു തോന്നുന്നുണ്ടോ?
അപ്പോൾ ഗൈസ് നമ്മൾ മെക്ഡൊണാൾഡ്സ് അപ്പൂപ്പൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് നല്ല ഈവനിങ് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു പെട്ടെന്ന് സബ്സ്ക്രൈബ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ പറ, ബൈ പറ മമ്മ.